അടിപൊളി ലിറ്റിൽ ഏഞ്ചൽ പെർഫോമൻസ് ആണ് പ്രേക്ഷകരെ കാണാൻ പോകുന്നത്. നമ്മുടെ വൈദേഹി കുട്ടിയാണ് എത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം വൈദേഹി ഓൺ സ്റ്റേജ്. ഓ പതുക്കെ പതുക്കെ വരുവാ. ഹലോ ഹലോ, എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ ഡ്രസ് ആരാന്നറിയാൻ സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഡ്രസ് ആരാന്നറിയാൻ എന്റെ 1ാം ക്ലാസ്സിലത്തെ മാഷ് ആണോ? ഈ മാഷ് കുഴപ്പമാണല്ലോ. 1ാം ക്ലാസ്സിലത്തെ മാഷ്. മോള് ഏത് പാട്ടാ പാടുന്നേ? ഞാൻ വേമ്പനാട്ടി കായലിൽ നീന്തിയത്. ഓഹോ, വേമ്പനാട്ട് കായലിലാണ് ഇന്ന് നീന്താൻ പോകുന്നത്. ഡീറ്റെയിൽസ് അറിയോ? ആ, സിനിമ ഊഞ്ഞാല്. എഴുതിയത് ബിച്ചു തിരുമല സാർ. ഓക്കേ. സംഗീതം ദേവരാജൻ മാസ്റ്റർ. ഓക്കേ. പിന്നെ പാടിയത് പി മാധുരിയമ്മ. പിന്നെ വർഷം 1977. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നീന്തി നീരാടി ഞങ്ങൾ നീന്തി നീരാടി. എനിക്കവിടെ ഇരുന്നിട്ട് ഞാനും അതുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇരിക്കാൻ പറ്റുന്നില്ല. അതെ മോള് പാടിയത് മോക്കറിഞ്ഞൂടാ, അതെ എന്താണെന്ന് മോക്കറിഞ്ഞൂടാ. ഈ പ്രായത്തിൽ അവൾ അറിയുന്നില്ല. അതെ മോള് നിഷ്കളങ്ക. പക്ഷേ അതെ ഇവിടെ ഒരു ഭാവി ഞാൻ ഇങ്ങനെ മുൻകൂട്ടി കാണുമ്പോഴ് ഉം. 100 അല്ല 200 അല്ല 1001 പ്രാവശ്യം മോൾ ഇതുപോലെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു കലാകാരിയായിട്ട് മാറും. ഉറപ്പായിട്ടും അതെ. ഓ, ഞാൻ വിചാരിച്ചു എന്തോ വീണതാണ്. ഇത് മോളെ, ഞാൻ ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് മൊത്തം ദേവരാജൻ മാഷ് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു മോള്. സാധാരണ ദേവരാജൻ മാഷയുടെ പാട്ട് പാടുമ്പോഴത്തേക്കൊക്കെ നമുക്ക് തോന്നും ആ ദേവരാജ മാഷ പാട്ടാണ് തോന്നും. പക്ഷെ ചില ഓയി എന്നൊക്കെ പറയുന്ന കുറേ പോർഷൻസ് അതെ അതെ ദേവരാജൻ മാഷ എങ്ങനെ എനിക്ക് മാഷയാണ് ഓർമ്മ കണ്ണിൽ വന്നത്. കണ്ടുകൊണ്ടിരുന്നത്. കാരണം മാഷ ഹാർമോണിയത്തിൽ ഈ പാട്ട് പാടുന്നതും മാധുരി അമ്മ പഠിക്കുന്നതും ഒക്കെയാണ് എന്റെ മനസ്സിൽ വന്നത്. അപാരം കേട്ടോ, അപാരം എന്ന് തീർച്ചയായിട്ടും, പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് സിംഗേഴ്സ് ഇൻ Top സീസൺ singers. 5. കാരണം നമുക്കിത് മറ്റേ കണ്ടസ്റ്റൻസിലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇത് അടുത്ത- ആയിരുന്നേ ചിലപ്പോ കൊണ്ടുപോയേനെ. അതെ. അല്ല അടുത്ത സീസണിൽ എന്തായാലും ഉണ്ടോ മോള്? ഉണ്ടാവോ? വേണം. അങ്കിളിന്റെ ഒരു റിക്വസ്റ്റ്. ഞങ്ങളുടെ ആഗ്രഹമാണ്. ആ, very good. അതുപോലെ മാഷിനെ ആ തബലയുടെ ടേക്ക് ഒക്കെ ഉണ്ടല്ലോ, എന്ത് വ്യത്യാസം ഒന്ന് വായിക്കാം പ്ലീസ്. താങ്ക് യു. ടോപ്പ് ഹാൻഡ് നന്നായിരുന്നു. മോള് അപാരമായിട്ട് പാടി. മധു, എന്റെ വൈദേഹി കുട്ടി, എന്തോ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ എന്താണ് ഈ കേട്ടത്? ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ഇത്രയും പെർഫെക്ഷൻ പാടുന്നതില്. അത് ഇപ്പൊ നേരത്തെ ശ്രീകുട്ടനങ്ങൾ പറഞ്ഞ പോലെ ദേവരാജ മാഷ് പാടുന്ന പോലെ ഉണ്ടായിരുന്നു ചില ഭാഗങ്ങള്. ആ ഹമ്മിങ് ഒക്കെ ആ അതെ, ഹമ്മിങ് ഒക്കെ അതൊക്കെ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് പാടിയത്. താങ്ക് യു. ഭാവി ഞങ്ങൾ പറയാ, ഭാവിയിലൊരു വാഗ്ദാനമാണ് എന്തായാലും, അത് ഉറപ്പാണ്. ഇങ്ങനെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പാടി പോയാൽ ഇനിയും എന്തായാലും ഇപ്പൊ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി വലുതാകുമ്പോ ഇതിനേക്കാളും പെർഫെക്ഷനും സ്റ്റൈലും ആ പാടുന്ന രീതിക്ക് വ്യത്യാസം വരും ഉറപ്പായിട്ടും. എന്തായാലും പഠിക്കണം. അതെ, പഠിക്കണം. ഒരു മണിക്കൂറെങ്കിലും ഡെയിലി പാടണം കേട്ടോ. പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. ഇരുന്ന് തലവലിക്കാ പോരാ. ഇപ്പൊ അടുത്ത സീസണിലോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അമ്മയ്ക്ക് ജോലിയുണ്ട്. ആണോ? ആ, വേറെ അച്ഛന് ജോലിയുണ്ട്. അത് കാരണം കുറച്ച് ഇവിടെ കുട്ടികളെ എങ്ങനെങ്കിലും ഒന്ന് കേറിയാ മതി എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. അതെ 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 ടാലന്റഡ് ആയിട്ട് ഒരു കുട്ടിയെ വിട്ടിട്ട് ജോലിക്ക് പോകണോ അതോ ഇങ്ങോട്ട് വരണോ? അതെ അതെ അതെ. പറയൂ, ഇപ്പൊ പറയണം. കുഞ്ചങ്ങളെ, ആ. ഞാന് ഇതിന് മുന്നേ ഞാൻ സംഗീതം പഠിക്കാൻ പോലുണ്ട്. പോലണ്ടാ? ഓ, ഇതിനു മുമ്പ് ഒരു 6 വർഷം മുമ്പ്. ഓ അത് ശരി. ആഹാ. ഇത് തുടങ്ങിയിട്ടാകുമ്പോ നിർത്തി. അപ്പൊ ഞായറാഴ്ച അങ്ങോട്ടേക്ക് പോവാൻ പറ്റൂലല്ലോ. ഓ, ഇവിടെ അപ്പഴത്തേക്ക് ഇവിടെ വന്നു. വന്നു പോയില്ലേ? വന്നുപോയി. അത് കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇറങ്ങി ഇനി കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ ചെയ്യും. ചേരുവല്ലേ? അവിടെ ചേർന്നാ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ടീച്ചറിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നു. ആ, ടീച്ചറിന് നമുക്കൊരു വീട് എടുത്തു കൊടുക്കാം അതെ ഇവിടെ. അതെ. ആ വില്ലേല് അല്ലേ? ആ വില്ലേല് നിർത്താം. ടീച്ചറല്ല, മാഷി. എന്നാ ആ, മാഷിനെ മാഷ്. മാഷയ്ക്ക് മാഷ്. അതെ, മാഷയ്ക്ക് മാഷ്. മാഷിനെ സ്മാഷ് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുപോകാം. അതെ അതെ അതെ. എന്നിട്ടൊരു വീട് എടുത്തു കൊടുക്കാം. വരുന്നുണ്ടോ അടുത്ത സീസണില്? അനുവദിക്കെങ്കിൽ തീർച്ചയായും ഓ, വരും. നിങ്ങളാണോ ഇത്? ഞാൻ ഇവിടെ നോക്കിയപ്പോ ഇവരാണ് അച്ഛനും അമ്മയും തോന്നി. കാരണം അത്ര ആവേശമായിരുന്നു നിങ്ങളുടെ മുഖത്ത്. അവർക്ക് അതാ ഞാൻ കൂടെ ഇവരടുത്ത് ചോദിക്കുന്നത് വരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കാൻ പുള്ളി. അല്ല, അപ്പൊ അതിന്റെ അർത്ഥം അവരും ആ കുട്ടി അത്ര സ്നേഹിക്കണമെന്നാണ് അതെ, അതെ. റിലേറ്റീവ്സ് തന്നെയാണ്. ആ, അവര് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആൾക്കാര്. റിലേച്ചനാണ് റിലേച്ചൻ. അപ്പം ആ എക്സ്പ്രഷൻ വന്നേ. അതെ, അപ്പൊ കറക്റ്റാ. തെറ്റില്ല അത്. തബലിസ്റ്റ് ആണ്. തബലിസ്റ്റാണ്. ആ, അപ്പൊ പറയൂ, ഈ ഒരു വേദി കിട്ടാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള എത്രയോ കുട്ടികൾ, ഞാനിപ്പോ ഓഡിഷന് പോയിരുന്നു ഒരു ദിവസം. എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്? വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുണ്ട്, അപ്പൊ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എത്ര ആൾക്കാരാണ്, എത്ര കുട്ടികളാണ്, എത്ര അമ്മമാരാണ്. അപ്പൊ ഞാനൊരു ഓഫർ ഇടുകയാണ്, വരുന്നോ ഇല്ലയോ അടുത്ത സീസൺ? എന്തായാലും തീർച്ചയായിട്ടും വരും. അത് ഇളയപ്പനാണ്. ഇളയപ്പനാണ് ഇളയപ്പന്റെ പറയുന്നത്, ഉറപ്പ് പോരാ, അച്ഛന്റെ ഉറപ്പ് വേണം. തീർച്ചയായും വരും. ആണോ? ആ, ഉറപ്പാണോ? അതെ. ഒരു തരം, രണ്ട് രണ്ടു തരം, 2 തരം, 3 തരം. 3 തരം. അവിടെ നിന്ന് പറഞ്ഞു 3 തരം. സോ മോളെ, യു ആർ സെലക്ടഡ് Thank you. ഫോർ സീസൺ 6.
ദിസ് ഈസ് സബ്ജക്ട് ടു ഫൈനൽ ഡിസിഷൻ ബൈ ദ മാനേജ്മെന്റ്. അപ്പൊ എന്തായാലും കലക്കി വൈദേഹി കുട്ടി. താങ്ക് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഞാനും നീന്തി നല്ലോണം നീന്തി ഇപ്പോഴും വേമ്പനാട്ട് കായലിൽ കിടക്കുകയാണ്. ചേച്ചി അവിടെ തന്നെ കിടക്കുക. അല്ലെങ്കിലും ഇത്ര കായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വേമ്പനാട്ട് കായലിനെ പറ്റി പാട്ടുകളും വേമ്പനാട്ട് കായലിന് ചാഞ്ചാട്ടം. അഷ്ടമുടി മോശമല്ല. അത് അങ്ങനെയല്ല, പക്ഷെ ഈ വേമ്പനാട്ട് കായലിലോട്ടാണ് കൂടുതൽ. അഷ്ടമുടി മെലഡിയാ. അതെ. അഷ്ടമുടി കായലിലെ അന്നനട തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ? ഞങ്ങള് മൂന്നുപേരിൽ ആരെ ഇഷ്ടം? ഇഷ്ടമാണു. ആരെയാ ഇഷ്ടമാണ്? പെട്ടല്ലോ. എല്ലാവരും ഇഷ്ടം. ചക്കര കാലക്കി കേട്ടോ. ഉമ്മ. ഓ എന്തൊരു സന്തോഷായി. അടിപൊളി. ഇവിടെ മൊത്തം സന്തോഷം ഇങ്ങനെ വാരി വിതറി. അതെ അതെ അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരേ. താങ്ക് യു. അപ്പൊ MG അങ്കിള് താങ്ക് യു. Thank you. ഇനി വൈദേഹി കുട്ടിക്ക് ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. വൈദേഹി കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് തരാനായിട്ട് കുറെ പേര് വന്നിരിക്കുന്നുണ്ടോ താഴെ ഇരിക്കുന്നേ? ആ അവരൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. വായോ ആരൊക്കെയാ ആരൊക്കെയാ? എളയപ്പൻ. എന്റെ കാസറ്റിന് മുച്ചിലോട് അല്ലേ? പയ്യന്നൂര് അതിനൊരു, ആ. കാസറ്റിന് വായിച്ചിട്ടുണ്ട്. മധു സാറിന്റെ കൂടെ 2004 മുതൽ 2-3 പ്രോഗ്രാമിന് വായിച്ചിട്ടുണ്ട്. അതെ, എനിക്ക് കണ്ടു നല്ല പരിചയം തോന്നി. അതെ. അപ്പൊ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. എന്താണ് മോക്ക് കൊടുക്കുന്നത്? സ്മാർട്ട് വാച്ചാണ് കൊടുക്കുന്നത്. ആ, അടിപൊളി. എനിക്ക് വയ്യ. അതെ, കൺഗ്രാജുലേഷൻ. അടിപൊളി. ഒരു വാച്ച് ആരാ ഇവിടെ തുടങ്ങിയത്? അതെ, അതെ. പിന്നെ വാച്ചിന്റെ ഒരു എന്താ പറയാ പേരോട്ടം. ഘോഷയാത്ര. ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. അമ്മയാണത്. ആ, അതെന്റെ വൈഫ്, ആ. അനുജത്തി, അനുജത്തിയുടെ മകള്, ആ. പിന്നെ ഇവിടെ അയൽവാസിയിൽ ഒരു കുട്ടിയുണ്ട്, മാളു. അങ്ങനെ നമ്മുടെ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിന് ഇന്ന് എത്തിയിട്ടുണ്ട്. സന്തോഷം സന്തോഷം. അതെ, വളരെ സന്തോഷം. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ ടാറ്റാ. See you. ടാറ്റാ. Bye. നമുക്ക് പോയിട്ട് ഒരു സിനിമയിൽ പാടിയിട്ട് വരാം. ഓക്കെ. ഓക്കെ.